ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ചൈനയിലെത്തിയത്. ഉച്ചകോടിയിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ നയിക്കുന്ന അന്യായമായ ആഗോളക്രമത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഇതിനു ബദലായി തെക്കൻ രാജ്യങ്ങൾ സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പെസഷ്കിയൻ പറഞ്ഞു. ഇറാൻ ചൈന പ്രസിഡന്റുമാർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. ഏത് സാഹചര്യത്തിലും ഇറാൻ ചൈനയുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പെസഷ്കിയൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ അറിയിച്ചു. ശക്തവും ദൃഢനിശ്ചയമുള്ളതുമായ സുഹൃത്തും സഖ്യകക്ഷിയും എന്ന നിലയിൽ ബീജിങ്ങിന് തെഹ്റാനെ ആശ്രയിക്കാമെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. തന്ത്രപരമായ പങ്കാളിയായി തെഹ്റാനെ താൻ കാണുന്നുവെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. 2020 ഒപ്പുവെച്ച 25 വർഷത്തെ സഹകരണ പദ്ധതി നടപ്പിലാക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും ഇരുപക്ഷവും സമ്മതിച്ചു. പ്രസിഡന്റിൻ്റെ വിദേശകാര്യമന്ത്രി, സാമ്പത്തിക മന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവർക്കൊപ്പമുള്ള സന്ദർശനം പുതിയ സൈനിക സാമ്പത്തിക കരാറുകളിലേക്ക് നയിക്കുമെന്ന് ഇറാനിലെ വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. ചൈനയിൽ നിന്ന് തിരിച്ച് തെഹ്റാനിലെത്തിയ പെസഷ്കിയൻ ഷിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം തന്ത്രപരമായ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അറിയിച്ചു. സുരക്ഷയെയും പ്രതിരോധ ഉപകരണങ്ങളെയും കുറിച്ചുള്ള ചർച്ചകൾ നടന്നതായും ഇക്കാര്യത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പെസഷ്കിയൻ പറഞ്ഞു. ചൈനയിൽ നിന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും വാങ്ങാൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. SCO ഉച്ചകോടിയിൽ ലോകം ശ്രദ്ധിച്ചത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുത്ത ഇടപെടലാണെന്ന് ഇറാൻ മാധ്യമം തെഹ്റാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയും ഷിയും തമ്മിലുള്ള ആശയവിനിമയം ഏറെ ചർച്ചയായി. ട്രംപും ഇന്ത്യയും തമ്മിലുള്ള അകൽച്ച പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണെന്ന് തെളിയിക്കുന്നതാണ് മോദിയും ഷിയും തമ്മിലുള്ള ഇടപെടലെന്നും തെഹ്റാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. SCO യോഗത്തിലെ മോദിയുടെ സാന്നിധ്യം പെസഷ്കിയൻ ആവശ്യപ്പെട്ട പുതിയ ആഗോളക്രമം അടുത്തു വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇതിനകം തന്നെ നിലവിൽ വന്നതിൻ്റെയോ സൂചനയായി കണക്കാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ട്രംപിനെതിരെ US മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ രംഗത്ത് വന്നു. മോദിയുമായുള്ള ട്രംപിൻ്റെ വ്യക്തിബന്ധം അവസാനിച്ചെന്ന് ജോൺ ബോൾട്ടൺ പറഞ്ഞു. മോദിയുമായി ട്രംപിന് വളരെ നല്ല വ്യക്തിബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. US പ്രസിഡന്റുമായി അടുത്ത ബന്ധം പുലർത്തിയാലും ഇനി ലോക നേതാക്കൾക്ക് വലിയ ഗുണമുണ്ടെന്ന് തോന്നില്ലെന്നും ബോൾട്ടൺ കുറ്റപ്പെടുത്തി. നേതാക്കളുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിലാണ് ട്രംപ് രാജ്യാന്തര ബന്ധങ്ങളെ കാണുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാണ്. അതൊരിക്കലും ഗുണകരമാവില്ല. മോശം അവസ്ഥയിൽ സംരക്ഷണം നൽകുകയുമില്ല, ഒരു ബ്രിട്ടീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബോൾട്ടൺ പറഞ്ഞു.